സ്വാഗതം. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ടല്ലോ, അതായത് സർവശക്തനായ ദൈവം എന്തിനാണ് ഈ സാത്താനെ നമ്മളെ വഴിതെറ്റിക്കാനൊക്കെ അനുവദിക്കുന്നത്? ഇതിനൊരു ഉത്തരം കണ്ടെത്താൻ നമ്മളിന്ന് ഖുറാനിലെ ചില പ്രധാനപ്പെട്ട വാക്യങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. നമുക്കിതിലെ ആശയങ്ങളൊന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലേ? ആദ്യം തന്നെ നമുക്ക് സൂറത്തുൽ ബക്കറ, അതായത് 2-ാം അധ്യായം, അതിലെ 102-ാം വാക്യം ഒന്ന് നോക്കാം. ഇതില് പണ്ട് ബാബിലോണില് ഹാറൂത്ത് മാറൂത്ത് എന്ന് പേരുള്ള 2 മലക്കുകൾ, ദൈവദൂതന്മാർ, അവർ മനുഷ്യരെ സിഹിർ പഠിപ്പിച്ചതിനെപ്പറ്റി പറയുന്നുണ്ട്. സിഹിർ എന്ന് പറഞ്ഞാല് ഒരു തരം മാരണം അല്ലെങ്കിൽ ആഭിചാരം അങ്ങനെയൊക്കെ പറയാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ അവർ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊരു പരീക്ഷണം മാത്രമാണ്, അതുകൊണ്ട് ഇത് പഠിച്ച് അവിശ്വാസിയാകരുതെന്ന്. അപ്പോ അതിനർത്ഥം ദൈവത്തിന്റെ അനുമതിയില്ലാതെ അവർക്ക് ആരെയും ഉപദ്രവിക്കാൻ കഴിയില്ല എന്നല്ലേ? അതെ, ആ വാക്യം 201-2 അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഹാറൂത്തും മാറൂത്തും അവരെ അയച്ചത് തന്നെ ഒരു പരീക്ഷണമായിട്ടാണ്. അവര് പഠിപ്പിക്കുന്നതിനു മുൻപ് ആ പറയുന്ന മുന്നറിയിപ്പ്, ഞങ്ങൾ ഒരു പരീക്ഷണം മാത്രം എന്നുള്ളത്, അത് ശരിക്കും ഈ ലോകത്തിലെ തിന്മയുടെ സ്വാധീനങ്ങളൊക്കെ വിശ്വാസികൾക്കുള്ളൊരു ടെസ്റ്റാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ ദൈവത്തിന്റെ അനുമതിയില്ലാതെ ഒരു ഉപദ്രവവും സാധ്യമല്ല എന്നത്, അത് ദൈവത്തിന്റെ ആ ഒരു പരമാധികാരം ഉറപ്പിക്കുകയാണ്. സിഹിർ പഠിച്ച് വിശ്വാസം കളയാതിരിക്കാനുള്ള ഒരു താക്കീത് കൂടിയാണത്. ശരി, അപ്പൊ ഈ പരീക്ഷണം എന്ന ആശയം അത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. വ്യക്തിപരമായ പ്രവൃത്തികൾക്ക് ഇതിൽ എന്ത് പങ്കാണുള്ളത്? സൂറ ആലു ഇമ്രാൻ 3-ാം അധ്യായം 155-ാം വാക്യം, അവിടെ ഒരു യുദ്ധത്തിന്റെ കാര്യം പറയുന്നുണ്ട്. പ്രവാചകന്റെ കാലത്തുള്ള ഒരു യുദ്ധം. 2 സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ വിശ്വാസികളിൽ കുറച്ചുപേര് അവർ പിന്തിരിഞ്ഞോടിപ്പോയി. എന്താ കാരണം? ഖുർആൻ പറയുന്നത് അവരുടെ തന്നെ ചില പ്രവൃത്തികൾ കാരണം സാത്താൻ അവരെ വഴിതെറ്റിച്ചു എന്നാണ്. അപ്പോൾ ഒരാളുടെ തെറ്റുകൾ സാത്താൻ ഒരു ചാൻസ് കൊടുക്കുന്നു എന്നാണോ? അത് വ്യക്തിപരമായ ഉത്തരവാദിത്തത്തിന് വലിയ ഊന്നൽ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാത്താൻ അവരെ വഴിതെറ്റിച്ചുവെന്ന് പറയുമ്പോഴും അതിന് കാരണം അവരുടെ ചില പ്രവൃത്തികളാണെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ തെറ്റുകൾ, അതാണ് സാത്താനെ നമ്മളെ സ്വാധീനിക്കാൻ ഒരു പഴുതുണ്ടാക്കുന്നത്. എന്നാൽ ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം അവർക്ക് പുറത്തു കൊടുത്തു എന്ന്. അത് ദൈവത്തിന്റെ കാരുണ്യം കാണിക്കുന്നു. പക്ഷേ ആ ആദ്യത്തെ സംഭവത്തിൽ നിന്ന് പാഠം പഠിക്കണമെന്നതിൻ്റെ പ്രാധാന്യം അത് കുറയ്ക്കുന്നില്ല. സാത്താനെ നമ്മളെ പ്രേരിപ്പിക്കാനേ പറ്റൂ, നിർബന്ധിക്കാൻ കഴിയില്ല. അപ്പോൾ ആ തിരഞ്ഞെടുപ്പ് എപ്പോഴും നമ്മളതാണ്. ഓക്കെ, അപ്പോൾ പരീക്ഷണം, പിന്നെ നമ്മുടെ സ്വന്തം ഉത്തരവാദിത്വം, ഈ 2 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി സാത്താന്റെ കഴിവിന് ഒരു പരിധിയുണ്ടോ? സൂറ സ്വാദ് 38-ാം അധ്യായം, അതിലെ 82-83 വാക്യങ്ങൾ എന്താ പറയുന്നത്? ഇവിടെ സാത്താൻ തന്നെ ദൈവത്തോട് ഒരു ശപഥം ചെയ്യുകയാണ്. നിന്റെ പ്രതാപം കൊണ്ട് ഞാൻ അവരെ മുഴുവൻ വഴിപിഴപ്പിക്കും. പക്ഷേ തൊട്ടടുത്ത വാക്യത്തിൽ ഒരു ഒഴികഴിവ് പോലെ പറയുന്നു, നിന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ട നിന്റെ ആത്മാർത്ഥതയുള്ള ദാസന്മാരൊഴികെ. ഇത് ശരിക്കും ശ്രദ്ധേയമാണല്ലേ? സാത്താൻ പോലും അവന്റെ ലിമിറ്റ് സമ്മതിക്കുന്നു. വളരെ ശരിയാണ്. ഈ വാക്യങ്ങൾ 38.82-ഉം 83-ഉം ഒരു നിർണായകമായ കാര്യമാണ് വ്യക്തമാക്കുന്നത്. സാത്താന്റെ സ്വാധീന ശക്തിക്കൊരതിരുണ്ട്. അവൻ എല്ലാവരെയും വഴിതെറ്റിക്കാൻ നോക്കും, ശ്രമിക്കും. പക്ഷേ ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവർ, നിഷ്കളങ്കതയുള്ളവർ, ഖുർആൻ പറയുന്ന മുഖ്ലിസീനായ അടിമകൾ, അവരെ വഴിപിഴപ്പിക്കാൻ കഴിയില്ലെന്ന് അവൻ തന്നെ സമ്മതിക്കുകയാണ്. ഇത് ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെയും ആ ഒരു വിധേയത്വത്തിന്റെയും ശക്തിയാണ് കാണിക്കുന്നത്. ആത്മാർത്ഥതയുള്ളവർക്ക് ഒരു ദൈവികമായ സംരക്ഷണം കിട്ടുന്നുവെന്ന് തന്നെ ഇത് സൂചിപ്പിക്കുന്നു. അപ്പോ ഈ 3 ഭാഗങ്ങളും, അതായത് സൂറ ബക്കറ, ആലു ഇമ്രാൻ, സ്വാദ്, ഇവയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിഷയം ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദൈവം സാത്താനെ മനുഷ്യരെ പരീക്ഷിക്കാൻ അനുവദിക്കുന്നു. അതെന്തിനാ? അവരുടെ വിശ്വാസം, അവരുടെ അനുസരണം, അതിൻ്റെയൊക്കെ ആഴം അളക്കാൻ. എന്നാൽ ആ സ്വാധീനം അത് ദൈവത്തിന്റെ അനുമതിക്ക് കീഴിലാണ്. അതിന് പരിധികളുണ്ട്. ഏറ്റവും പ്രധാനം നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ. അതാണ് സാത്താന് വാതിൽ തുറന്നു കൊടുക്കുന്നതും അടയ്ക്കുന്നതും, അല്ലേ? അതെ, ആ ഒരു ചിത്രം തന്നെയാണ് ഈ വാക്യങ്ങൾ നൽകുന്നത്. ഒരു വശത്ത് ദൈവത്തിന്റെ പരമാധികാരം, മറുവശത്ത് മനുഷ്യന്റെ ആ ഒരു ഇച്ഛാസ്വാതന്ത്ര്യം, തിരഞ്ഞെടുക്കാനുള്ള കഴിവ്. ഇതിന്റെ ഒരു സന്തുലിതാവസ്ഥ ഇവിടെ കാണാം. സാത്താൻ ഒരു പരീക്ഷണത്തിനുള്ള ഉപാധിയാണ്. എന്നാൽ അവസാനം വിജയം നേടാൻ
വിശ്വാസം, നല്ല പ്രവൃത്തികൾ, ദൈവത്തിൽ ശരണം തേടൽ ഇതൊക്കെ വഴി മനുഷ്യർക്ക് സാധിക്കും. ഓരോ വ്യക്തിയും അവരുടെ തിരഞ്ഞെടുപ്പുകൾക്ക് ഉത്തരവാദികളാണ്. സാത്താന്റെ ആ പ്രലോഭനങ്ങളെ അതിജീവിക്കാനുള്ള കഴിവും മാർഗവും ദൈവം തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ഈ ഖുറാൻ വാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തിന്മയുടെ സ്വാധീനം അതൊരു പരീക്ഷണമാണ്, വിശ്വാസത്തിനുള്ളൊരു ടെസ്റ്റ്. അതിനെ മറികടക്കാൻ ദൈവത്തിലുള്ള ആത്മാർത്ഥമായ വിശ്വാസം, നല്ല ജീവിതം അതൊക്കെ നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് ആഴത്തിൽ ചിന്തിക്കാനൊരു കാര്യം കൂടി ഞാൻ തരാം, ഒരു ചോദ്യം. സാത്താന്റെ സ്വാധീനത്തിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാർത്ഥതയുള്ള ദാസന്മാർ, ആ മുക്ലസീൻ എന്ന് 38:83 പറഞ്ഞല്ലേ, അവരൊഴിവാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ഈ പഠിപ്പിക്കലുകൾ അനുസരിച്ച് എന്താണ് ഒരാളെ ആ ഒരു സംരക്ഷിക്കപ്പെട്ട ഗണത്തിൽപ്പെടുത്തുന്നത്? എങ്ങനെയാണ് ആ ഒരു ആത്മാർത്ഥതയും ദൈവത്തിന്റെ ആ ഒരു പ്രത്യേക സംരക്ഷണവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുക? ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒന്ന് ആലോചിച്ചൊരു നിഗമനത്തിലെത്താവുന്നതാണ്.